ഹായ് ഹലോ എവരി വൺ, എല്ലാവർക്കും മാഷൻ ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. അടുത്ത ദിവസം 2ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ഉത്കൃതനം അഥവാ ഇൻറ്റിഗ്രേഷൻ ഡേ 1 ആണ് പരീക്ഷ വരുന്നത് അല്ലേ. അപ്പോൾ ടീച്ചർ നിങ്ങൾക്കുള്ള പരീക്ഷാ ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാനായിട്ടില്ല, അതുകൊണ്ട് വേഗം നമുക്ക് നമ്മുടെ പരീക്ഷയിലോട്ട് പോയാലോ. അതിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിന് ഈ ഒരു വീഡിയോ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുതേ. ഓക്കെ മക്കളെ, അപ്പം കൂട്ടുകാർക്കുള്ള ആദ്യത്തെ പ്രവർത്തനം നോക്കാം. പ്രവർത്തനം 1, ചായം ചാർത്താം. ഒരുമയോടും സന്തോഷത്തോടും കഴിയുന്ന ധാരാളം ജീവികളുള്ള മഞ്ഞണിക്കാട്. ഇന്ന് മഞ്ഞണിക്കാട്ടിൽ എല്ലാവരും ഒത്തുകൂടിയിട്ടുണ്ട്. ആരെല്ലാമാണെന്ന് നോക്കൂ. ചിത്രം നിറം നൽകി മനോഹരമാക്കൂ. അപ്പോൾ ആദ്യത്തെ ഒരു പ്രവർത്തനം മക്കൾക്ക് ചിത്രത്തിന് നിറം നൽകാനാണ്. അപ്പോൾ മക്കൾ എന്ത് ചെയ്യണം? നിങ്ങൾ എക്സാമിന് പോകുന്ന സമയത്ത് നിങ്ങളുടെ കളർ പെൻസിൽ നിർബന്ധമായിട്ടും കയ്യിൽ കരുതുക കേട്ടോ. ചിത്രത്തിൽ നിറം നൽകാനായിട്ട് കൂട്ടുകാരുടെ അടുത്ത് പറയും. അപ്പോൾ എന്താണ് നമ്മളടുത്ത് പറഞ്ഞത്? മഞ്ഞണിക്കാട്ടിൽ എല്ലാ കൂട്ടുകാരും കൂടി ഒത്തുകൂടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ മഞ്ഞണിക്കാട്ടിലുള്ള കൂട്ടുകാരുടെ ചിത്രമാണ് തന്നത്. ആരൊക്കെയുണ്ട് മക്കളെ? ആനയും മുയലച്ചനും ആടും പക്ഷിയും അതുപോലെ തന്നെ കരടിയും കുരങ്ങനും, അങ്ങനെ ഒത്തിരി പേരുണ്ട് അല്ലേ. അപ്പം എന്ത് ചെയ്യുക? മക്കൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഓരോ ജീവികൾക്കും യോജിച്ച രീതിയിൽ നിറം നൽകാനായിട്ട് ശ്രദ്ധിക്കണേ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് 2ാമത്തെ പ്രവർത്തനത്തിലോട്ട് പോകാം. പ്രവർത്തനം 2, ക്ഷണക്കത്ത്. മഞ്ഞണിക്കാട്ടിൽ മൃഗങ്ങൾ പുതുവത്സരം ആഘോഷിക്കാൻ തീരുമാനിച്ചു. എല്ലാ ജീവികളെയും പുതുവത്സരാഘോഷത്തിന് ക്ഷണിക്കണം. അതിനായി ചിമ്പൻകരടി ക്ഷണക്കത്ത് തയ്യാറാക്കി. നിങ്ങളും ക്ഷണക്കത്ത് തയ്യാറാക്കൂ എന്നതാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്താണ് സംഭവം മക്കളെ? മഞ്ഞണിക്കാട്ടിലെ മൃഗങ്ങൾ എന്താഘോഷിക്കാനാണ് തീരുമാനിച്ചത്? പുതുവത്സരം ആഘോഷിക്കാനായിട്ട് തീരുമാനിച്ചു അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം? കാട്ടിലുള്ള മറ്റ് ജീവികളെയെല്ലാം പുതുവത്സരാഘോഷത്തിലേക്ക് ക്ഷണിക്കണം. അപ്പോൾ അതിനാണ് മക്കളുടെ അടുത്തൊരു ക്ഷണക്കത്ത് തയ്യാറാക്കാനായിട്ട് പറഞ്ഞത്. അപ്പോൾ മക്കൾ എന്നാണ്, എവിടെ വെച്ചിട്ടാണ് ഈ ഒരു പരിപാടി നടക്കുന്നത് അല്ലേ, ആ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തണം. അതുപോലെ തന്നെ എന്താഘോഷമാണ് അവർ നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം മക്കൾ എന്ത് ചെയ്യണം? എഴുതണം കേട്ടോ. നമ്മൾ ഗൃഹപ്രവേശവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ക്ഷണക്കത്ത് തയ്യാറാക്കിയിട്ടുള്ളതല്ലേ. അപ്പം അതുപോലെ തന്നെ ഡേറ്റും പ്ലേസും ഒക്കെ വെച്ചുകൊണ്ട് മക്കൾ എഴുതുക കേട്ടോ. നെക്സ്റ്റ് വന്ന് നോക്കിക്കേ. പ്രവർത്തനം 3, വായിക്കാം എഴുതാം. പുതുവത്സരാഘോഷത്തിന് എന്തായാലും നല്ല ഒരു സദ്യ വേണം. സദ്യയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ എല്ലാവർക്കും കൂടി കൊണ്ടുവരാം, കുറുമ്പനാന പറഞ്ഞു. ആഘോഷ ദിവസം ജമ്പുകുരങ്ങൻ വലിയൊരു വാഴക്കുലയുമായി വന്നു. സുന്ദരിക്കാക്ക വാഴയില കൊണ്ടുവന്നു. ലാലുമുയൽ ഉരുളക്കിഴങ്ങും തക്കാളിയും പാലുമായി വന്നു. വെണ്ടയ്ക്കയും വഴുതനയും ശർക്കരയും പരിപ്പും സഞ്ചിയിലാക്കി കൊണ്ടുവരുന്ന കിട്ടനാടിൻ്റെ ഗമ ഒന്ന് കാണേണ്ടത് തന്നെ. അങ്ങനെ സദ്യയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ എല്ലാമായി. ചിമ്പൻകരടി സദ്യ ഒരുക്കാൻ തുടങ്ങി. അരി വെന്തു, പായസം തെളിച്ചു, കാട്ടിലാകെ നല്ല മണം പരന്നു. സിംഹരാജനെ കാണുന്നില്ലല്ലോ, ലാലുമുയൽ സങ്കടത്തോടെ പറഞ്ഞു. ഓക്കെ മക്കളെ, അപ്പോൾ തന്നിട്ടുള്ള കഥ കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ. ഇനി നമുക്ക് അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങൾ നോക്കാം. മഞ്ഞണിക്കാട്ടിൽ എന്താഘോഷിക്കാനാണ് മൃഗങ്ങൾ തീരുമാനിച്ചത്? എന്തായിരുന്നു മക്കളെ? പുതുവത്സരം ആഘോഷിക്കാനാണ് അല്ലേ. അപ്പോൾ അതാണ് മക്കൾ എഴുതേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ജീവികൾ കൊണ്ടുവന്ന സാധനങ്ങളിൽ സാമ്പാറിന് ആവശ്യമായവ ഏതൊക്കെയാണ്? ഉരുളക്കിഴങ്ങ്, തക്കാളി, വെണ്ട, വഴുതന, പരിപ്പ് അല്ലേ തുടങ്ങിയ സാധനങ്ങളെല്ലാം സാമ്പാറിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ മക്കൾ എന്ത് ചെയ്യാം? ആ പേരുകളൊക്കെ തന്നിട്ടുള്ള സ്റ്റോറിയിൽ നിന്ന് കണ്ടെത്തിയിട്ട് അവിടെ എഴുതണം കേട്ടോ. ഓക്കെ മക്കളെ, അത് തന്നെയുള്ള 3ാമത്തെ ചോദ്യം നോക്കൂ. വാഴക്കുലയുമായി വന്നത് ആരായിരുന്നു മക്കളെ? നമ്മുടെ ജമ്പുകുരങ്ങനായിരുന്നു വാഴക്കുലയുമായി വന്നിട്ടുള്ളത് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. കിട്ടനാട് സഞ്ചിയിൽ എന്തൊക്കെ സാധനങ്ങളാണ് കൊണ്ടുവന്നത്? എന്തൊക്കെയായിരുന്നു? വെണ്ട, അതുപോലെ വഴുതന, ശർക്കര, പരിപ്പ് അല്ലേ. അവിടെ നമ്മളടുത്ത് പറയുന്നുണ്ട് വെണ്ടയ്ക്കയും വഴുതനയും ശർക്കരയും പരിപ്പും സഞ്ചിയിലാക്കി കൊണ്ടുവരുന്ന കിട്ടനാടിൻ്റെ ഗമ കാണേണ്ടത് തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഓക്കെ മക്കളെ, ഇനി അടുത്ത ചോദ്യം നോക്കിക്കേ. ലാലുമുയലിന് സങ്കടം വരാൻ കാരണമെന്ത്? എന്തായിരുന്നു മക്കളെ? സദ്യയൊക്കെ ഒരുക്കി പായസത്തിൻ്റെ മണം കാട്ടിലാകെ പറന്നിട്ടും നമ്മുടെ സിംഹരാജനെ കണ്ടില്ല അല്ലേ. അപ്പോൾ സിംഹരാജനെ കാണാത്തത് കൊണ്ടായിരുന്നു നമ്മുടെ ലാലുമുയലിന് സങ്കടം വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ മക്കളെ, ഇനി നമുക്ക് 4ാമത്തെ പ്രവർത്തനത്തിലോട്ട് പോവാം. അതിലോട്ട് പോകുന്നതിന് മുന്നേയായിട്ട് കൂട്ടുകാർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ കാര്യം കൂടി നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. പ്രവർത്തനം 4, വിലയറിയാം. കിട്ടനാട് സാധനങ്ങൾ വാങ്ങിയ കടയിലെ വില വിവര പട്ടിക നോക്കൂ. അപ്പം നമുക്ക് ഓരോ സാധനത്തിൻ്റെയും വില അടങ്ങുന്ന ഒരു ടേബിൾ അവിടെ തന്നിട്ടുണ്ട് അല്ലേ. വെണ്ട 23 രൂപ, വഴുതന 11 രൂപ, ശർക്കര 30 രൂപ, പരിപ്പ് 45 രൂപ.
എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങൾ കൂടി നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ. പട്ടികയിൽ ഏത് സാധനത്തിനാണ് വില കുറവുള്ളത്? ഏറ്റവും വില കുറവുള്ളത് ഏതിനാണ് മക്കളെ? 11 രൂപ എന്നുള്ളത് ഏത് സാധനത്തിനാണ്? വഴുതനയ്ക്കാണ് അല്ലേ? അപ്പം മക്കൾ അവിടെ വഴുതന എന്ന് വേണം എഴുതാനായിട്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. വെണ്ടയ്ക്കും വഴുതനയ്ക്കും കൂടി ആകെ എത്ര രൂപയാകും? വെണ്ട നമുക്കറിയാം 23 രൂപയാണ്, വഴുതന 11 രൂപയാണ് അല്ലേ? അപ്പോൾ ടോട്ടൽ എത്രയായിരിക്കും മക്കളെ? 34 രൂപയായിരിക്കും അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. 68 രൂപ മുഴുവനായും ചിലവഴിച്ച് ഏതൊക്കെ സാധനങ്ങൾ വാങ്ങാം? ഏതൊക്കെ നമുക്ക് വാങ്ങാം? വില പട്ടിക നോക്കൂ. ഇവിടെ മക്കൾ പരിപ്പിൻ്റെ വില നോക്കിക്കേ, 45 രൂപയാണ്. ഇനി വെണ്ടയുടെ വില നോക്കിക്കേ, 23 രൂപയാണ് അല്ലേ? അത് തമ്മിലൊന്ന് ആഡ് ചെയ്ത് നോക്കിക്കേ മക്കളെ, എത്രയാണ് നമുക്ക് ആൻസർ കിട്ടുക? 25 കൂട്ടണം 45 ചെയ്താൽ നമുക്ക് 68 എന്ന ആൻസർ കിട്ടും കേട്ടോ. അതായത് നമുക്ക് എന്തൊക്കെ മേടിക്കാം? വെണ്ടയും അതുപോലെ തന്നെ പരിപ്പ് കൂടി മേടിക്കുകയാണെങ്കിൽ നമുക്ക് എത്ര രൂപയാകും? 68 രൂപയായിരിക്കും അല്ലേ? അപ്പോൾ 68 രൂപയ്ക്ക് ഈ 2 സാധനങ്ങളാണ് നമുക്ക് മേടിക്കാനായിട്ട് പറ്റുക അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. കിട്ടനാടിൻ്റെ കയ്യിൽ 10 രൂപ നോട്ടുകളും 5 2 രൂപ നാണയങ്ങളും ഉണ്ട്. പട്ടികയിലെ എല്ലാ സാധനങ്ങളും വാങ്ങിയാൽ കിട്ടനാടിൻ്റെ കയ്യിൽ എത്ര രൂപ ബാക്കി ഉണ്ടാകും എന്നതാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പം മക്കൾ ആദ്യം എന്ത് ചെയ്യണം? പട്ടികയിലെ എല്ലാ സാധനങ്ങളും കൂടി എന്ത് ചെയ്യുക? ചേർത്താൽ എത്ര രൂപയാകും എന്നുള്ളത് നോക്കുക. അപ്പോൾ വെണ്ടയുടെ വിലയും ശർക്കരയുടെയും പരിപ്പിൻ്റെയും എല്ലാ വിലയും കൂടി ആഡ് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ മക്കൾക്ക് ഒരു ആൻസർ കിട്ടും. പിന്നെ മക്കളത് പറഞ്ഞത് എന്താണ്? കിട്ടനാടിൻ്റെ കയ്യിലുള്ള തുകയാണ്, അതുകൂടി കാണുക കേട്ടോ. അപ്പോൾ നമുക്കറിയാം 10 രൂപ എന്ന് പറഞ്ഞാൽ 100 ആണ്, 5 2 രൂപ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 രൂപയാണ് അല്ലേ? അപ്പം മൊത്തം എത്ര ഉണ്ടായിരിക്കും? 110 രൂപയായിരിക്കും ഉണ്ടായിരിക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ടേബിളിലെ എല്ലാ സാധനങ്ങളുടെയും വില തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 109 എന്നാണ് കിട്ടുക. അപ്പം ബാക്കി കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി മക്കളെ? 110 കുറയ്ക്കണം 109 ചെയ്താൽ മതി ഇല്ലേ? അതായത് ആകെ 1 രൂപയാണ് അവൻ്റെ കൈവശം ബാക്കി ഉണ്ടായിരിക്കുക കേട്ടോ. അപ്പോൾ അതൊന്ന് മക്കൾ ചെയ്ത് നോക്കണേ. ഓക്കെ മക്കളെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. പ്രവർത്തനം 5 തരംതിരിക്കാം. ആഘോഷത്തിന് ശേഷം മൃഗങ്ങളെല്ലാം നാടു കാണാൻ ഇറങ്ങി. പട്ടണത്തിലെത്തിയ അവർ കണ്ട ചില വാഹനങ്ങൾ നോക്കൂ. സവിശേഷതകൾക്കനുസരിച്ച് പട്ടികപ്പെടുത്തൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അവിടെ ഒരുപാട് വാഹനങ്ങളുടെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. അവ നോക്കിയിട്ട് അവയുടെ സവിശേഷത എന്താണെന്ന് മക്കൾ മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് അവയെ പട്ടികപ്പെടുത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നോക്കിക്കുക മക്കളെ, ഏതെല്ലാം വാഹനങ്ങളുടെ ചിത്രങ്ങളാണ് നമുക്ക് അവിടെ തന്നിട്ടുള്ളത്? ആദ്യം ഒരു ഓട്ടോറിക്ഷ തന്നിട്ടുണ്ട് അല്ലേ? പിന്നെയോ ബസ് ഉണ്ട്, സൈക്കിൾ, അതുപോലെ തന്നെ ജീപ്പ്, കാറ്, കാളവണ്ടി അല്ലേ? അപ്പോൾ അതിൽ നമുക്ക് ഒരു പട്ടികയും അവിടെ തരംതിരിച്ച് തന്നിട്ടുണ്ട്. അതിൽ എഴുതിയത് എന്താണ്? ഇന്ധനം ആവശ്യമുള്ള വാഹനങ്ങൾ എന്നുള്ളത് ഒരു കുളത്തിൽ എഴുതിയില്ലേ? അപ്പോൾ നമുക്ക് അടുത്ത കുളത്തിൽ എന്ത് എഴുതാം? ഇന്ധനം ആവശ്യമില്ലാത്ത വാഹനങ്ങൾ എന്ന് എഴുതാം അല്ലേ? ഓക്കെ മക്കളെ, അപ്പോൾ ഇതിൽ ഇന്ധനം ആവശ്യമുള്ള വാഹനങ്ങൾ ഏതൊക്കെയാണ്? ഓട്ടോറിക്ഷ, ബസ്, കാറ്, ജീപ്പ് അല്ലേ? ആവശ്യമില്ലാത്തവ ഏതൊക്കെയാണ്? സൈക്കിൾ, അതുപോലെ തന്നെ കാളവണ്ടി കേട്ടോ. അപ്പം ഇതേ രീതിയിലാണ് മക്കൾ ആ ഒരു പ്രവർത്തനം കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇനി ലാസ്റ്റ് പ്രവർത്തനം നോക്കിക്കേ. പ്രവർത്തനം 6 തിരഞ്ഞെടുക്കാം. പട്ടണത്തിൽ ജംബു കുരങ്ങൻ കണ്ട ചില വാക്യങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നു. അവയിൽ നിന്ന് വ്യക്തി ശുചിത്വം പാലിക്കുന്നതിനായി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ അറിയിപ്പ് ബോർഡിൽ എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ വ്യക്തി ശുചിത്വവുമായി ബന്ധപ്പെട്ടത് എടുത്തെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ നോക്കിക്കേ. വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക, നിശബ്ദത പാലിക്കുക, 2 നേരം പല്ലു തേക്കുക, ഭക്ഷണത്തിന് മുമ്പും പിമ്പും കൈയും വായും കഴുകുക, വീടും പരിസരവും വൃത്തിയാക്കുക. അപ്പോൾ ഇതിലെ വ്യക്തി ശുചിത്വവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കേ. വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക അല്ലേ? പിന്നെ അതുപോലെ തന്നെ 2 നേരവും പല്ല് തേക്കുക, അതുപോലെ തന്നെ ഭക്ഷണത്തിന് മുമ്പും പിമ്പും കൈയും വായും കഴുകുക അല്ലേ? ഇതൊക്കെ എന്താണ്? നമ്മുടെ വ്യക്തി ശുചിത്വവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ? ഓക്കെ മക്കളെ, ഇനി അതിൽ തന്നെ മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. വ്യക്തി ശുചിത്വം പാലിക്കുന്നതിനായി ചെയ്യേണ്ട മറ്റൊരു കാര്യം താഴെ കാണുന്ന അറിയിപ്പ് ബോർഡിൽ എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ മക്കൾക്ക് അറിയുന്നതാണ്. നമ്മളെല്ലാവരും ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലേ? എന്തൊക്കെ നമുക്ക് എഴുതാം? നഖം മുറിക്കുന്ന കാര്യം എഴുതാം അല്ലേ? അതുപോലെ തന്നെ എന്ത് ചെയ്യണം? ദിവസവും നമ്മൾ കുളിക്കുകയൊക്കെ വേണം അല്ലേ? അപ്പം ഏതെങ്കിലും കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കാര്യം അവിടെ അറിയിപ്പ് ബോർഡിൽ എഴുതുക കേട്ടോ. ഓക്കെ മക്കളെ, ഇത്രയാണ് കൂട്ടുകാർക്കുള്ള പരീക്ഷയിലെ ചോദ്യങ്ങൾ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യും? നന്നായിട്ട് തന്നെ എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കുക. ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ആ കാര്യം കൂടി നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാനായിട്ട് മറക്കരുതേ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.